Dear students, നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് എഫക്ട്സ് ഓഫ് മിനിമം വേജ് ലോസ്. ഈ മിനിമം വേജ് എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങളും അവരുടെ ഇക്കോണമിയിൽ ഒരു ലെജിസ്ലേഷനിലൂടെ, ഒരു നിയമത്തിലൂടെ പ്രാബല്യമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മിനിമം വേജ്. ഒരു വർക്കറിന് അയാൾ ചെയ്യുന്ന വർക്കിന് ഏറ്റവും മിനിമമായിട്ട് ഒരു എൻഷുവേർഡ് ആയിട്ടുള്ള ഒരു വേജ് എംപ്ലോയർ നൽകുക, ഇതാണ് മിനിമം വേജ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ മിനിമം വേജിന്റെ ഇമ്പാക്റ്റ് ആണ് എന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മിനിമം വേജ് എംപ്ലോയ്മെന്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കാം. ഈ ഡയഗ്രത്തിൽ ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഫോർ ലേബർ ഫോർ എംപ്ലോയ്മെന്റ്. നമുക്കറിയാം, ഡിമാൻഡ് ചെയ്യുന്നത് ഫേമാണ്, എംപ്ലോയർ ആണ് ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്നത്. ഇത് സപ്ലൈ കർവാണ്. എസ് എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. ഇവിടെ നമുക്ക് വേജ് ആണെന്ന് അറിയാം, ഇവിടെ എംപ്ലോയ്മെന്റ് ആണെന്ന് നമുക്കറിയാം. സോ ഇനീഷ്യൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഇറ്റ് ഈസ് ഈ ഇക്വിലിബ്രിയം പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഇക്വിലിബ്രിയം ഇ സ്റ്റാർ എന്ന് പറയുന്ന ഒരു എംപ്ലോയ്മെന്റ് ലെവലും ഡബ്ല്യു സ്റ്റാർ എന്ന് പറയുന്ന ഒരു വേജ് ലെവലും ഉണ്ട്. സോ ഇനീഷ്യൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ഇ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം. സോ ദിസ് ഈസ് ഇക്വിലിബ്രിയം വേജ്, ഇത് ഇക്വിലിബ്രിയം എംപ്ലോയ്മെന്റ്. അത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ഷൻ നടത്തുന്നതിലൂടെ കറസ്പോണ്ടിങ് ആയിട്ട് വന്ന വേജ് റേറ്റും എംപ്ലോയ്മെന്റ് റേറ്റും ആണ്. നൗ ഗവൺമെന്റ് ഒരു മിനിമം വേജ് റേറ്റ് ഫിക്സ് ചെയ്യും. സോ ഡബ്ല്യു ബാർ എന്ന് പറയുന്നത് ഒരു മിനിമം വേജ് ആണ്. ഇതാണ് മിനിമം വേജ്. ഇത് ലെജിസ്ലേഷനിലൂടെയാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നത്. ഡബ്ല്യു ബാർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സി, അത് ഇക്വിലിബ്രിയം വേജിനേക്കാൾ ഹയർ ആണ്. സോ ഇക്വിലിബ്രിയം വേജിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു മിനിമം വേജ് ആണ് ഗവൺമെന്റ് ലെജിസ്ലേഷനിലൂടെ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സപ്പോസ് ചെയ്യുന്നു ആ ഇക്കോണമിയിലുള്ള എല്ലാ എംപ്ലോയേഴ്സും ഈ മിനിമം ലെജിസ്ലേഷൻ കൃത്യമായിട്ട് പാലിക്കുന്നു. അത് പാലിക്കാത്തവർക്ക് വലിയ പെനാൽറ്റി ഗവൺമെന്റ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ സ്ട്രിഞ്ചന്റ് ആയിട്ട് അത് ആ ലോ എല്ലാവരും പാലിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒരു ഹയർ വേജ് എംപ്ലോയർ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ he demands less amount of employee hours. കാരണം ഒരു ഹയർ വേജിൽ ഡിമാൻഡ് കർവ് അനുസരിച്ച് അയാളുടെ പുതിയ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റ് ആണ് അയാളുടെ പുതിയ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇ ബാർ എന്ന് പറയുന്ന എംപ്ലോയ്മെന്റ് ആണ്. അതായത് ലേബർ എംപ്ലോയി അവേഴ്സിന് ഇ ബാർ എന്ന് പറയുന്ന ഒരു എംപ്ലോയ്മെന്റ് ആണ് ഒരു എംപ്ലോയേഴ്സ് ഓഫർ ചെയ്യുന്നത് ഈ വേജ് റേറ്റിൽ, മിനിമം വേജ് റേറ്റിൽ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദ എംപ്ലോയ്മെന്റ് ലെവൽ കംസ് ഡൗൺ. ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു. എന്തിലേക്ക്? ഈ ബാർ എന്ന് പറയുന്ന ഒരു എംപ്ലോയ്മെന്റ് ലെവലിലേക്ക്. അതായത് അവിടെ കുറെ വർക്കേഴ്സ് ഡിസ്പ്ലേസ്ഡ് ആവും, കുറെ പേര് അൺഎംപ്ലോയിഡ് ആവും. ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. അപ്പോൾ അൺഎംപ്ലോയിഡ് ആവുന്ന എംപ്ലോയീസിന്റെ അളവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇ സ്റ്റാർ ഇ ബാർ ആണ്. ഈ ഒരു ഡിഫറൻസ് ആണ് അവിടുത്തെ അൺഎംപ്ലോയിഡ് ആവുന്ന ആളുകളുടെ വർക്കേഴ്സിന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി വേജ് ഹൈ ആയിട്ടുള്ള ഒരു വേജ് ആണ്. നേരത്തെ ഈ ലോവർ ആയിട്ടുള്ള വേജിൽ ലേബർ പവർ സപ്ലൈ ചെയ്യാതിരുന്ന കുറെ വർക്കേഴ്സ് ഈ ഒരു സമയത്ത് ഒരു ഹയർ വേജ് ഓഫർ ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലേബർ പവർ സപ്ലൈ ചെയ്യാനായിട്ട് വരും. അതായത് ഡബ്ല്യു ബാർ ആയിട്ട് വേജ് ഉയരുമ്പോൾ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബർ സപ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി അവേഴ്സിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇ എസ് ആണ്. നമുക്കറിയാം, ഇവിടെ നോക്ക്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇ എസ് ആണ് ഇപ്പോഴത്തെ കറന്റ് എംപ്ലോയീസിന്റെ സപ്ലൈ.
അതായത് ഈ ഒരു ഏരിയ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഫോഴ്സിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ആളുകളാണ്. ഈ ഹയർ വേജ് കാരണം പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ മിനിമം വേജ് വന്നപ്പോൾ ഇത്രയും പേര് ഡിസ്പ്ലേസ്ഡ് ആയി. ഇ സ്റ്റാർ ഇ ബാർ എന്ന് പറയുന്ന ഇത്രയും ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി. ഇത്രയും ആളുകൾ ഇ സ്റ്റാർ ഇ എസ് എന്ന് പറയുന്ന ഇത്രയും ആളുകൾ ലേബർ മാർക്കറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇ സ്റ്റാർ ഇ എസ് ഇത് പുതിയ അഡീഷനാണ്, ന്യൂ അഡീഷൻ. എന്തുകൊണ്ട് ന്യൂ അഡീഷൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ വേജ്, ഈ ഹയർ വേജ് കാരണം എൻകറേജ്ഡ് ആയിട്ട് കുറെ കൂടുതൽ ലേബർ ഫോഴ്സ് ഇക്കോണമിയിലേക്ക് വരും. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടോട്ടൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഒറിജിൻ ആണെങ്കിൽ ഇവിടെ തുടങ്ങി ഇ എസ് വരെയുള്ളതാണ് ടോട്ടൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒ ഇ എസ് എന്ന് പറയുന്നത് ടോട്ടൽ ലേബർ ഫോഴ്സ് ആണ്. എത്ര പേരാണ് അൺഎംപ്ലോയിഡ് ആയത്? അതിൽ അൺഎംപ്ലോയിഡ് ആക്ച്വലി അൺഎംപ്ലോയിഡ് നിലവിൽ ഉണ്ടായിരുന്നവരിൽ അൺഎംപ്ലോയിഡ് ആയത് ഇ സ്റ്റാർ ഇ എസ് ആണ്. ഇത്രയും പേരാണ് നിലവിൽ ഉണ്ടായിരുന്ന ലേബർ ഫോഴ്സ് ആയിരുന്നു ഇ സ്റ്റാർ. അതിൽ നിന്ന് ഇ ബാർ അത്രയും ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി, അൺഎംപ്ലോയിഡ് ആയി. ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് ഇത്രയും ഇപ്പോൾ ഒ ഇ എസ് എന്ന് പറയുന്ന അത്രയും ലേബർ ഫോഴ്സ് വന്നു. അതിൽ ഇ ബാർ ഇ എസ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ്. ഇത്രയുമാണ് ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ്. സോ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇ ബാർ ഇ എസ് ആണ് ഇപ്പോഴത്തെ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ്. ആക്ച്വലി നിലവിൽ ഉണ്ടായിരുന്നവർ അൺഎംപ്ലോയിഡ് ആയത് ഇ ബാർ ഇ സ്റ്റാർ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇ ബാർ ഇ എസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ലേബർ ഫോഴ്സ്. ഇ ബാർ ഇ എസ് ഡിവൈഡഡ് ബൈ ഒ ഇ എസ്. ടോട്ടൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയും ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാണ് ഈ വേജ് റേറ്റിൽ. ഒ ഇ എസ് എന്ന് പറയുന്ന അത്രയും ആളുകൾ വേജ് വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആക്ച്വൽ എംപ്ലോയ്മെന്റ് എത്രയാണ്? ആക്ച്വൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയുമാണ് ആക്ച്വൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇത് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ ഇതാണ്. അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇ ബാർ ഇ എസ് ഡിവൈഡഡ് ബൈ ഒ ഇ എസ്. ഇനി എന്താണ് ഇപ്പൊ ഇമ്പാക്ട് എന്ന് പറയുന്നത്? നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട് എങ്ങനെയാ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? എഫക്ട് ഓഫ് മിനിമം വേജ് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്, എഫക്ട് ഓഫ് മിനിമം വേജ് സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റ് നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ there will be a reduction in employment or the unemployment will increase. ഇത് ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് ഈ മിനിമം വേജ് ആക്ച്വലി നടപ്പിൽ വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇത് അൺസ്കിൽഡ് ആയിട്ടുള്ള ലോ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ലോ വേജ് കിട്ടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയത്. പക്ഷെ ഇത് മിനിമം വേജ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് ഡിസ്പ്ലേസ്ഡ് ആയി പോകുന്നത്, അൺഎംപ്ലോയിഡ് ആയി പോകുന്നതും ഈ സെഗ്മെന്റിലുള്ള ആളുകൾ തന്നെയായിരിക്കും. സ്കിൽഡ് ലേബറേഴ്സിനേക്കാളും കൂടുതൽ ഇത് ബാധിക്കുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിനെയാണ്. അപ്പോൾ മിനിമം വേജ് ഗവൺമെന്റ് ഉറപ്പാക്കിയാൽ അതിന് ഇങ്ങനത്തെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ എംപ്ലോയ്മെന്റ്. ഇനി ഫൈനലി നമുക്ക് ഈ നിയമം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാവും. ശരിക്കും രാജ്യങ്ങളിൽ പലപ്പോഴും ഗവൺമെന്റ് ഈ നിയമത്തിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കടുംപിടുത്തം പിടിക്കാറില്ല. അങ്ങനെ പിടിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ ഹൈ ആയിരിക്കും. ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. അതേസമയം സ്ട്രിഞ്ചന്റ് അല്ല, അതത്ര സ്ട്രിക്റ്റ് അല്ല എങ്കിൽ എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന കട്ടിന്റെ തോതും കുറവായിരിക്കും. അതായത് ലെജിസ്ലേഷന്റെ സ്ട്രിക്ട്നെസ് കൂടുന്ന അനുസരിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. ലെജിസ്ലേഷൻ റിലാക്സ് ചെയ്യപ്പെടുന്ന അനുസരിച്ച് എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന കട്ടും റിലാക്സ്ഡ് ആകും.